ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു ഓണ വ്ളോഗ് ആട്ടോ നമ്മളിനി കാണാൻ പോകുന്നത്. ഇത്തവണ ഞാൻ വല്യച്ഛൻ്റെ കൂടെയാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത്. വല്യച്ഛൻ മാത്രമല്ല ഏട്ടന്മാരും ഉണ്ട് ഇവിടെ. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ അപ്പനെ വെക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുളസിയും കൃഷ്ണകിരീടവും വാഴയിലയും അതുപോലെ തന്നെ ചെമ്പരത്തിയിലയും എല്ലാം എടുത്തു കൊണ്ടുവന്ന് ആദ്യം അതൊക്കെ അവിടെ സെറ്റാക്കി. ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ചെമ്പരത്തിയിലയും അരിപ്പൊടിയും ചേർത്ത് അടിപൊളി ഒരു താളി ഉണ്ടാക്കണം. എന്തിനാണെന്നറിയോ, അപ്പനെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തവണ അപ്പനെ പുറത്തുനിന്ന് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. കുട്ടിക്കാലത്ത് നമ്മുടെ നല്ല ഓർമ്മകളിൽ ഒന്നാണ് ഓണക്കാലത്ത് ഉത്രാടത്തിൻ്റെ അന്ന് ഞാനും ഏട്ടന്മാരും ചേച്ചിയും എല്ലാവരും കൂടി ഇരുന്നിട്ട് അപ്പന ഉണ്ടാക്കുന്നത്. ആരാണ് നല്ല അപ്പന ഉണ്ടാക്കുന്നതെന്ന് അന്നൊരു മത്സരം തന്നെയായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അതൊക്കെ മാറി. ഇപ്പം റെഡിമെയ്ഡ് അപ്പനെ കിട്ടാനുണ്ടല്ലോ, പിന്നെ എല്ലാവരും അതിലേക്ക് അങ്ങ് മാറി. നമ്മളും അങ്ങനെ അപ്പനെയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അമ്പലത്തിൽ വിളക്കെത്തിക്കലും വീട്ടിൽ വിളക്കെത്തിക്കലും കഴിഞ്ഞാൽ നമ്മൾ അപ്പനെ വെക്കാനുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നോ, ഒരു മുറത്തിൽ അരിയും പൂവും അതുപോലെ അപ്പന് കൊടുക്കാനുള്ള പ്രസാദവും റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഇതാ വിളക്കൊക്കെ ഇവിടെ കളത്തിൻ്റെ അടുത്ത് തന്നെ കത്തിച്ച് വെച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് വെക്കാനുള്ള പ്രസാദമൊക്കെ എടുത്തുകൊണ്ടുവന്നു. കിണ്ടിയും വെച്ചു. ആദ്യം തന്നെ നമ്മൾ കളം നന്നായി വട്ടത്തിൽ മെഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മിശ്രിതം വെച്ചിട്ട് കളം ഒന്ന് അലങ്കരിക്കണം. അപ്പനെ അണിയിക്കുക എന്നാണ് ശരിക്കും ഇതിന് പറയുക. അപ്പോൾ അപ്പനെ വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കളം ഒന്ന് അണിയിക്കണം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കള അണിയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പനെ വെക്കുന്ന ചടങ്ങ്. ഇത് വീട്ടിലുള്ള കാരണവരോ അല്ലെങ്കിൽ കുട്ടികളോ അങ്ങനെ ആരെങ്കിലുമൊക്കെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഏട്ടനാട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തരം ചടങ്ങുകൾ ഇപ്പോഴത്തെ മക്കൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് ആമിക്കൊക്കെ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ കളം അണിയിച്ചതിന് ശേഷം വാഴയില വെച്ചിട്ട് അപ്പനെ വെക്കാൻ പോകുക കേട്ടോ. 3 വട്ടം കളം ചുറ്റിയിട്ട് അപ്പനെ വെക്കട്ടെ അപ്പനെ വെക്കട്ടെ അപ്പനെ വെക്കട്ടെ എന്നുള്ള പെർമിഷൻ എടുത്തിട്ട് വേണം നമ്മൾ അപ്പനെ വെക്കാൻ. ഇതാണ് മൂത്ത അപ്പൻ, അതായത് തലൈവൻ എന്നൊക്കെ പറയില്ലേ അത്. അങ്ങേർക്ക് അപ്പുറം ഇപ്പുറം ഓരോ അപ്പനെയും കൂടി നമ്മൾ വെക്കും. പിന്നെ 2 പേരും കൂടി ഉള്ളത് കാവലാളാണ് കേട്ടോ. ഒന്ന് നമ്മളിവിടെ വഴിയിൽ പഠിക്കലും വെക്കും, ഒന്ന് അമ്പലത്തിൻ്റെ അവിടെയാണ് വെക്കാറ്. പിന്നെ അപ്പൻ അണിയിക്കുന്ന ചടങ്ങിൻ്റെ ഒപ്പം തന്നെ ഫ്ലവേഴ്സ് വെച്ചു കൊടുക്കും. അതായത് ചെണ്ടുമല്ലിയെല്ലാം ഈർക്കളിൽ കുത്തിയിട്ട് അപ്പൻ്റെ മേൽ വെച്ചു കൊടുക്കും. അതിൻ്റെ മുന്നേ നമ്മൾ ഉണ്ടാക്കി വെച്ച താളി വെച്ചിട്ട് അപ്പൻ എന്ന് അണിയിക്കും. തുളസിയൊക്കെ എടുത്തിട്ട്, അതായത് അപ്പൻ്റെ മേളിൽ തന്നെ ഫിക്സ് ചെയ്യണം. തുളസിയാണ് പ്രയോറിറ്റി. പിന്നെ നമ്മൾ കൃഷ്ണഗിരിയുടെയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുവന്നിട്ട് ഹോളാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പനെ ഇനി കാണാത്ത രീതിയിൽ നമ്മൾ പൂവ് വെച്ചിട്ട് അങ്ങോട്ട് അലങ്കരിച്ച് കൊടുക്കും. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അങ്ങനെ ഞങ്ങളിവിടെ അപ്പനെ അണിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൂവൊക്കെ ഈർക്കലിൽ കുത്തിക്കൊണ്ടുവന്നിട്ട് ആളെ നല്ല അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാവൽക്കാരെയും കൂടി കാണിച്ചു തരാം കേട്ടോ. വഴിക്കലിരിക്കുന്ന ആളാണിത്, അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ തറയിലിരിക്കുന്ന ആളാണിത്. അമ്പലത്തിൽ വിളക്കൊക്കെ കത്തിച്ച് അടിപൊളിയാക്കിയിരുന്നു കേട്ടോ. നമ്മുടെ കുടുംബക്ഷേത്രമാണ്. അങ്ങനെ ഇവിടെ കാര്യമായിട്ട് തന്നെ അപ്പൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അപ്പന് പ്രസാദം നേദിക്കണം. അതിന് മുന്നേ അരിയും പൂവിട്ട് കൊടുക്കണം. പൂക്കളൊക്കെ വെച്ചിട്ട് ആണ് അരിയും പൂവിടൽ ചടങ്ങ് നടക്കുന്നത് കേട്ടോ. ഇത്തവണ ടൈല് വെച്ചിട്ടാണ് കളം പിടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം നമുക്ക് പൂവൊക്കെ കുത്തി നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ കണ്ടുപിടിച്ചൊരു സൊല്യൂഷനാണ് 4 മൂലയിൽ ഇങ്ങനെ ഹോള് വെച്ചിട്ട് അതിലേക്ക് അപ്പനെ വെക്കുന്നത്. ശേഷം അരിയും പൂവൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അപ്പന് പ്രസാദം നേദിക്കണം. നമ്മൾ ആദ്യം കിണ്ടി വെള്ളം എടുത്തിട്ട് വെള്ളം കൊടുക്കും. ശേഷം നെയ്യപ്പായിരുന്നു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പലഹാരം. ആ പലഹാരം അപ്പനെല്ലാം നേദിച്ച് കൊടുക്കണം. അതാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചടങ്ങുകൾ ഇത്രയേ ഉള്ളൂ. നാളെയാണ് അപ്പന് കോടി എടുത്തു കൊടുക്കുക. അത് നമ്മുടെ വീട്ടിലുള്ള കാരണവന്മാരുടെ മുണ്ടിൽ നിന്ന് ഒരു നൂലെടുത്തിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാണാൻ അടിപൊളിയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടിട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കണേ. ബൈ.